Dear students, let us continue our discussion on environmental chemistry. In this session, we can see what are the major regions of atmosphere. So you can easily understand the different regions of the atmosphere from the figure given. So these are the different layers of the atmosphere: troposphere, then stratosphere, mesosphere and thermosphere. എക്സോസ്ഫിയർ നിങ്ങൾ നോക്കണമെന്നില്ല കേട്ടോ. ഈ നാലെണ്ണം മെയിനായിട്ട്. ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്, ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഈ 4 ലേയേഴ്സാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത്. So we can see again the segments of the atmosphere in detail. The atmosphere can be divided into layers based on its altitude. So you are given the segment, the altitude range in kilometer and the temperature in degrees Celsius. First one is troposphere, say from the ground level to up to 11 kilometers. The temperature range will be 15 to minus 56 degrees Celsius. The global mean temperature is around 15 degrees Celsius. So the tropospheric temperature is about from 15 to minus 56 degrees Celsius. The second segment is stratosphere. The altitude is from 11 to 50. The temperature minus 56 to minus 2. Then mesosphere from 50 to 85. Temperature is minus 2 to minus 92. And then thermosphere 85 to 500 kelvins. The temperature is from minus 92 to 1200 degrees Celsius. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പ്രധാനമായിട്ട് 4 സെഗ്മെൻറ്റ്സ് ആണുള്ളത്. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അതായത് ഒരു ഗ്രൗണ്ട് ലെവൽ മുതൽ ഒരു 11 കിലോമീറ്റർ വരെ മുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന ആ ഒരു മേഖല, അതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. 15 മുതൽ ടെമ്പറേച്ചർ കുറഞ്ഞ് അതിൻ്റെ ട്രോപ്പോപോസ്, അതായത് അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേനും ഒരു 10-11 കിലോമീറ്റർ എത്തുമ്പോഴത്തേനും ടെമ്പറേച്ചർ അവിടെ ഒരു മൈനസ് 56 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അടുത്ത ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അതൊരു 50 കിലോമീറ്റർ വരെ മുകളിലേക്ക്, 11 മുതൽ 50 കിലോമീറ്റർ വരെ മുകളിലേക്കുള്ള റീജിയനാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. മൈനസ് 56 നിന്നും അത് മൈനസ് 2 ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നത്. മൂന്നാമത്തെ ലെയറാണ് മീസോസ്ഫിയർ. ഒരു 50 മുതൽ ഏതാണ്ട് ഒരു 85 കിലോമീറ്റർ വരെയുള്ള ഹൈറ്റിലുള്ള ആൾട്ടിറ്റ്യൂഡിലുള്ള പ്രദേശമാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ ടെമ്പറേച്ചർ വീണ്ടും അത് കുറയാൻ തുടങ്ങും. മൈനസ് 2 നിന്നും അത് മൈനസ് 92 പിന്നീട് കാണുന്ന ലെയറാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയർ എന്ന് പറയുന്ന ഒരു 85 മുതൽ 400-500 കിലോമീറ്റർ വരെ, ചില ബുക്കിലൊക്കെ 400 എന്നാണ് കാണുന്നത്, 500 കിലോമീറ്റർ വരെയൊക്കെ നിങ്ങൾക്ക് കണക്കാക്കാം തെർമോസ്ഫിയർ. അവിടെ അത് മൈനസ് 92 നിന്നും മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി ഏതാണ്ട് 1200 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ എത്തും. എൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചുവന്ന കളറിൽ കാണുന്ന അത് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും, മീസോസ്ഫിയറിൽ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, തെർമോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഒരു കൂടിയ റേഞ്ചിലെത്തുന്നു 1200 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് അറ്റ്മോസ്ഫിയറിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന സെഗ്മെൻറ്റ്സ്. Troposphere contains 70% of the mass of the atmosphere. Air is not uniformed with respect to density and temperature. Troposphere is more or less homogeneous in the absence of air pollution
due to the constant circulation of air in this region. The temperature falls uniformly with increasing altitude. The air near the ground is heated by radiation from Earth. The cold layer, that is minus 56 degrees Celsius, at the top of the troposphere is called tropopause. But troposphere എന്ന് പറയുന്ന ഈ ഒരു റീജിയനാണ് ആ അറ്റ്മോസ്ഫിയറിൻ്റെ ഏതാണ്ട് 75% ബൈ മാസ്. ഇവിടെ ട്രോപ്പോസ്ഫിയർ പൊള്യൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എയർ വിൽ നോട്ട് ബി ഇൻ ദി യൂണിഫോം വിത്ത് റെസ്പെക്ട് ടു ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ. എങ്കിൽ കൂടെയും ഈ 4 സെഗ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ട്രോപ്പോസ്ഫിയർ ആണ് ഹോമോജീനിയസ് ആയിരിക്കുന്ന ഒരു മേഖല. പർട്ടിക്കുലർലി പൊല്യൂഷൻ ഇല്ല എങ്കിൽ എയർ എല്ലായ്പ്പോഴും കോൺസ്റ്റൻറ്റ് സർക്കുലേഷനിലായിരിക്കും. ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് അത് ഫോൾസ് കുറഞ്ഞു വരും. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്ലോബൽ മീൻ ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഗ്രാജുവലായിട്ട് കുറഞ്ഞ് ട്രോപ്പോപ്പോസ് ഒരു 10 കിലോമീറ്റർ മുകളിലെത്തി കഴിഞ്ഞാൽ ആ 10-11 കിലോമീറ്റർ ആ റേഞ്ച് ഇതിനെ നമുക്ക് ട്രോപ്പോപ്പോസ് എന്ന് വിളിക്കാം. അതായത് അടുത്ത സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങുന്നതിന് മുമ്പ് ട്രോപ്പോസ്ഫിയർ അവസാനിക്കുന്ന ആ ഒരു മേഖലയാണ് നമ്മൾ ട്രോപ്പോപ്പോസ് എന്ന് പറയുന്നത്. അവിടുത്തെ ടെമ്പറേച്ചർ, അത് ഏറ്റവും കോൾഡസ്റ്റ് ലെയറാണ്, അവിടെ ഒരു minus 56 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ടെമ്പറേച്ചർ ഉണ്ടാകുക. സ്ട്രാറ്റോസ്ഫിയർ. ദി സ്ട്രാറ്റോസ്ഫിയർ is the second major layer of Earth's atmosphere. The temperature increases with increase in altitude with a maximum of minus 2 degrees Celsius at the upper limit of the stratosphere. Ozone in this region absorbs ultraviolet radiation and raises the temperature, causing a positive lapse rate. Ozone plays an important role in the stratosphere. It acts as a protective shield for life on Earth from injurious effects of the sun's ultraviolet rays. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ലെയർ, രണ്ടാമത്തെ സെഗ്മെൻറ്റ്, അതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഒരു കമ്പണൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഓസോണാണ്. ഓസോണിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോൺ അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ ലെയറിൽ, സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓസോൺ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണുള്ളത്. അതായത് അതൊരു ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് ഇവിടെ ജീവൻ സാധ്യമാകുന്ന ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുന്നത്. Now we can discuss tropospheric pollution. ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ്റെ ഒരു പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണത് സോഴ്സിൽ നിന്നും പൊല്യൂട്ടൻ്റ് ട്രോപ്പോസ്ഫിയറിലേക്ക് വരുന്നത്, അത് പ്രൈമറി പൊല്യൂട്ടൻ്റ് സെക്കൻഡറി പൊല്യൂട്ടൻ്റായി മാറുന്നതൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. Tropospheric pollution occurs due to the presence of undesirable solid or gaseous particles in the air of troposphere. I repeat, അതായത് ട്രോപ്പോസ്ഫിയറിലുള്ള അൺഡിസേബിൾ ആയിരിക്കുന്ന സോളിഡോ ഗേഷ്യസോ ആയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ട്രോപ്പോസ്ഫിയർ പൊല്യൂട്ടഡ് ആകുന്നത്. The major gaseous particulates present in the troposphere are nitrogen oxides, sulfur oxides, oxides of carbon, hydrogen sulfide, hydrocarbons, ozone, chlorofluorocarbons, halogens, chlorine and bromine. അപ്പം ട്രോപ്പോസ്ഫിയറിനെ മലിനീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗേഷ്യസ് പാർട്ടിക്കുലേഴ്സിന്, സൂക്ഷ്മമായിരിക്കുന്ന പാർട്ടിക്കിൾസ്, വളരെ നേർത്ത പാർട്ടിക്കിൾസ്,
നമ്മുടെ നേക്കഡ് ഐസിന് കാണാൻ പറ്റാത്ത പാർട്ടിക്കിൾസ്, അതാണ് പാർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത്. ആ പാർട്ടിക്കുലേഴ്സ് അത് ഗേഷ്യസ് പാർട്ടിക്കുലേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് കൃത്യമായ രീതിയിൽ താഴെ കൊടുത്തിരിക്കുന്നത്. പൊല്യൂഷൻ റെസ്ട്രിക്റ്റഡ് ഇൻ ദി ട്രോപ്പോസ്ഫിയർ. The pollution mainly restricted to the troposphere of the atmospheric segment is considered as tropospheric pollution. Tropospheric pollutionൻ്റെ മറ്റൊരു നിർവചനമായിട്ട് ഇതിനെ കണക്കാക്കാം. അതായത് ഈ ഒരു മേഖലയിൽ ട്രോപ്പോസ്ഫിയറിൽ മാത്രമായിട്ട് ആ സെഗ്മെൻറ്റിൽ മാത്രമായിട്ട് ഈ പൊല്യൂഷൻ ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെ അത് കുടുങ്ങിക്കിടക്കുകയാണ്. So the pollution mainly restricted to the troposphere of the atmospheric segment is considered as tropospheric pollution. The tropospheric air pollution has impacts on scales ranging from local to global. Reactive intermediates in the oxidation of volatile organic compounds and oxides of nitrogen play central roles in polluting troposphere. Heterogeneous and multi-phase reactions on solids and in liquids takes place respectively, and they have the potential to play a major role in determining the composition of gases in the troposphere. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ പൊള്യൂട്ടൻ്റ് വന്നു കഴിയുമ്പോഴത്തേനും ആ പൊള്യൂട്ടൻ്റ് അവിടെ അത് വോളറ്റൈലായിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിനുള്ള ഒരു കറ്റാലിസ്റ്റായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രചോദനം നൽകുന്ന ഒരു മാധ്യമമായിട്ടൊരു മീഡിയമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈമറി പൊള്യൂട്ടൻ്റിൽ നിന്നും ഫോർ എക്സാമ്പിൾ ഇപ്പം കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ആകാം, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആകാം. വോളറ്റൈലായിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് അത് ഓക്സിഡൈസ് ചെയ്ത് പുതിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകാം. ഇങ്ങനെ ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ട്രോപ്പോസ്ഫിയറിൽ ഉള്ളത്. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ നിന്നും, അത് കെമിക്കൽ റിയാക്ഷൻസ് ആകാം, ദെൻ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആകാം, ആ റിയാക്ഷൻസിൽ കൂടി സെക്കൻഡറി പൊള്യൂട്ടൻസും കൂടി ഉണ്ടാകുന്നു. അപ്പോൾ പ്രൈമറി പൊള്യൂട്ടൻ്റ്, സെക്കൻഡറി പൊള്യൂട്ടൻ്റ്, പിന്നെ ഈ പാർട്ടിക്കുലേറ്റ്സ് എല്ലാത്തിൻ്റെയും കൂടെ മിശ്രിതമാണ് ട്രോപ്പോസ്ഫിയറിനെ മലിനീകരിക്കുന്നത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. When the concentration of one component is increased or decreased, the natural balance of the system is disturbed and causes long-term effects on the functioning of the troposphere. Photochemical and chemical reactions involving ozone is taking place in day and night time. So the concentration of secondary pollutants are gradually increased. About 10% of the total ozone in the atmosphere is present in the troposphere. Ozone in the troposphere is considered as a greenhouse gas. So the changes in the concentration of various components have detrimental impact and the natural balance of the system is disturbed. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലയിൽ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതിൽ ഓസോണിനും ഒരു പ്രധാന പങ്കാളിത്തമുണ്ട്. ഓസോണിൻ്റെ സാന്നിധ്യം സ്ട്രാറ്റോസ്ഫിയറിലായി കഴിയുമ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അതേസമയം ട്രോപ്പോസ്ഫിയറിൽ ഓസോൺ എന്ന് പറയുന്നത് അത് ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അതായത് ആഗോള താപനത്തിന് കാരണക്കാരനായ ഒരു ഗ്യാസിൻ്റെ ഗണത്തിലാണ് ഓസോണും വരുന്നത്. വെനെവർ ഓസോൺ ഈസ് പ്രസൻറ്റ് ഇൻ ദി ട്രോപ്പോസ്ഫിയർ, അബൌട്ട് 10% ഓസോണിൻ്റെ ഏതാണ്ട് 10% ഈ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഓസോൺ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസും ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിലും ട്രോപ്പോസ്ഫിയറിലുള്ള അല്ലെ ട്രോപ്പോസ്ഫിയറിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, അതിലുള്ള കമ്പണൻസിൻ്റെ കോൺസെൻട്രേഷൻ, ചില കമ്പണൻസിൻ്റെ അളവ് കൂടും, ചില കമ്പണൻസിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ഒരു ലോങ് ടേം സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് എൻവയോൺമെൻറ്റിൽ ലോങ് ടേം ഡെട്രിമെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. Stratospheric pollution. Stratosphere is the second layer of the atmosphere. Once the pollutants enter the troposphere, they are transported downwind, diluted
by the large volume of air transformed through either physical or chemical changes. They may also be removed from the atmosphere by rain or snow and finally falls into the land surface. But certain pollutants like chlorofluorocarbon, oxides of nitrogen, etc. gradually enters into the stratosphere and causes damage to the ozone concentration of the region. The presence of ozone in the stratosphere prevents about 99% of the sun's harmful ultraviolet radiations from reaching the earth's surface. സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ നിന്നുള്ള പല പൊല്യൂട്ടൻസും, ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് പൊല്യൂട്ടൻസും സ്വാഭാവികമായ ഒരു പരിവർത്തനത്തിലൂടെ അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അത് കാറ്റ് അല്ലെങ്കിൽ ബൾക്കായിരിക്കുന്ന വളരെ കൂടിയ എയറിൻ്റെ സാന്നിധ്യം അവിടെയൊക്കെ അത് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, അത് ഫിസിക്കലായിരിക്കുന്ന കെമിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ട് കാറ്റിലൂടെ മഴയിലൂടെയൊക്കെ അത് തിരിച്ച് നമ്മുടെ ലാൻഡ് സർഫസിലേക്ക് തന്നെ വരും. അങ്ങനെ ലാൻഡ് സർഫസിലേക്ക് വരുമ്പോഴത്തേനും ട്രോപ്പോസ്ഫിയറിലുള്ള പൊല്യൂട്ടൻ്റെ അളവ് സ്വാഭാവികമായും അവിടെ കുറയും. എന്നാൽ ചില പൊല്യൂട്ടൻസ്, ആ പൊല്യൂട്ടൻസ് ട്രോപ്പോസ്ഫിയറിൽ നിന്നും അത് സാവകാശത്തിൽ അത് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യും. അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്ന ചില വസ്തുക്കളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. CFCs, ക്ലോറോഫ്ലൂറോകാർബൺസ്. ക്ലോറോഫ്ലൂറോകാർബൺസിൻ്റെ ഓമന പേരാണ് CFC എന്ന് പറയുന്നത്. CFCs. അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. ഇത് സ്ട്രാറ്റോസ്ഫിയറിലെത്തും. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ അതിന് കെമിക്കൽ റിയാക്ഷൻസിൽ അത് പങ്കെടുക്കും. അപ്പോൾ അതിനുള്ള ഒരു അനുകൂലമായിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓസോണിനെ അത് വിഘടിപ്പിക്കും. ഓസോണിനെ വിഘടിപ്പിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ ഗ്ലോബലായിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നത്. ഓസോണിൻ്റെ 99% അല്ലെങ്കിൽ ഓസോണിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ നേരത്തെ നമ്മൾ കണ്ടു 10% ട്രോപ്പോസ്ഫിയറിലാണ്. ബാക്കി വരുന്ന ഓസോൺ അധികവും ഓൾമോസ്റ്റ് റിമൈനിങ് പെർസെൻറ്റേജ് അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ആ ഓസോണാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തടഞ്ഞു നിർത്തി നമുക്ക് മനോഹരമായിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ പ്രദാനം ചെയ്യുന്നു. അപ്പോൾ സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനിൽ വരുന്ന വ്യത്യാസം അല്ല, സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ ഓസോൺ ലെയറിന് സംഭവിക്കുന്ന ഒരു ഡിഗ്രഡേഷനാണ്. Depletion of ozone. In fact, the ozone layer is protecting the humans from the detrimental effects of the ultraviolet radiations, which may cause cancer and severe damages to the immune system. When the pollutants enter into the stratosphere, the concentration of the ozone layer in the stratosphere may be decreased and causes irrevocable damages to the ecology of the living planet. By the enhanced human activities, the stratosphere is polluted by the high concentration of CFCs and the oxides of nitrogen, sulfur, etc. In short, the stratospheric pollution means the depletion of the ozone by certain compounds like nitrogen oxides, chlorofluorocarbons, etc. ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്ലൈഡാണ് നിങ്ങൾക്ക് സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അഥവാ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. That's all in this particular session, and you are given the assignment to write notes on tropospheric pollution, and also you have to write notes on stratospheric pollution. ഈ ഒരു സെഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജിയുടെ മെസ്സേജ് തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രീവിയസ് സെഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻവയോൺമെൻറ്റൽ സയൻസ് നമ്മൾ പഠിക്കുന്നത് എൻവയോൺമെൻറ്റലി കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണം. ഗാന്ധിജിയുടെ ഒരു കൊട്ടേഷൻ വെച്ചാൽ വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു കൊട്ടേഷനാണ്, എത്ര മീനിങ് ഫുൾ ആയിരിക്കുന്ന ഒരു കൊട്ടേഷൻ നോക്കുക. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരി മെയിൻസ് നീഡ്സ് ബട്ട് നോട്ട് എവരി മെയിൻസ് ഗ്രീഡ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.